ലാലേട്ടാ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ കാണേണ്ടത് മുണ്ടുടുത്ത് പെതുക്കെ ഒന്ന് ചിരിച്ച് കുസൃതി ചിരിയോടെ ചിരിച്ച് 2 തമാശയൊക്കെ പറഞ്ഞ് വേണ്ടി വന്നാൽ ഒന്ന് മീശ മുറുക്കി, ഒന്ന് മുണ്ടൊക്കെ മടക്കി ഉടുത്ത് 2 തല്ല് കിട്ടുന്ന, തല്ല് കൊടുക്കുന്ന നാടൻ ലാലേട്ടനെയാണ്. ഇത്രേ ഉള്ളൂ ലാലേട്ടാ. ഇത് മതി. ഐ മീൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ബേസിക്കലി അത് പറയുമ്പോ. മലയാളത്തിന് മോഹൻലാൽ നടനെ തിരിച്ച് കിട്ടുക. താരത്തെ തിരിച്ച് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്. മലയാളത്തിന് മലയാളത്തിന്റെ നടനെ മോഹൻലാലിനെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ലൂസിഫർ വന്നപ്പോഴും അല്ലെങ്കിൽ എമ്പുരാൻ വന്നപ്പോഴൊക്കെ ഒരു മാസ് അവതാറിനപ്പുറത്തേക്ക് എന്താണ് ഈ മനുഷ്യൻ? എന്തായിരുന്നു ഈ മനുഷ്യൻ? ഈ മനുഷ്യനെ കൊണ്ട് എന്ത് കഴിയും? അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ കൈവിരൽ മുതൽ കൺപോള വരെ അഭിനയിക്കും എന്ന് പറഞ്ഞൊരു ട്രോൾ മെറ്റീരിയൽ ആയപ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ആ മനുഷ്യനില്ലേ എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരമാണ് തുടരും എന്ന സിനിമ. ഷൺമുഖം എന്ന കാർ ഡ്രൈവർക്ക് അയാളുടെ കാറിനോടൊരു അമിതമായ സ്നേഹമുണ്ട്. ആ കാറിന്റെ ഒരു ചെറിയ സംഭവം മൂലം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് മൂലം മുൻപോട്ട് പോകുന്ന പിന്നീട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന കഥയാണ് തുടരും എന്ന സിനിമ. ഒരുപാട് ഞാൻ നീട്ടി പറയാനോ അത് സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓപ്പണിംഗ് ടൈറ്റിൽ കാർഡ്സ്. ഒരുപക്ഷേ ഷൺമുഖം എന്ന ക്യാരക്ടറിനെ പറ്റി കാണിക്കാനാണ് ആ വിഷ്വൽ മൊത്തവും കാണിക്കുന്നതെങ്കിലും, ആ ഫോട്ടോസ് കാണിക്കുന്നതെങ്കിലും മോഹൻലാൽ എന്ന നടന്റെ ആരാധകരെ സംബന്ധിച്ച് ഒരു മലയാളി എന്നെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന മോഹൻലാലിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് ആ വളർച്ച അല്ലെങ്കിൽ ആ ഒരു നേട്ടം താരരാജാവായതും മഹാനടനായതുമൊക്കെ ആ ഒരു ഫോട്ടോസിൽ കാണാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് വരുന്നത് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ലാലേട്ടൻ ഒറ്റയ്ക്ക് ഒരു 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 പരിപാടി ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ മിസ് ചെയ്ത ആ കുസൃതിത്തിരി, തമാശ, ചെറിയ തൊടല്, നോണ്ടല്, ചെറിയ ഡയലോഗുകള്, ചില റിയാക്ഷൻസ് ഒക്കെയാണ് ആ പടത്തിൽ വരുന്നത്. ഷൺമുഖം എന്ന ലൈഫ് കാണിക്കുക ഷൺമുഖം ലൈഫ് കാണിക്കുകയാണ്. ആ വൈഫായിട്ട് ശോഭന ചേച്ചിയുണ്ട്. ആ കോംബോസ് ആ ഫസ്റ്റ് ഹാഫിൽ ബേസിക്കലി ഒരുപാട് റെഫറൻസ് ഉണ്ട് ലാലേട്ടൻ്റെ മുൻ സിനിമകളിലെ. ചിലതൊക്കെ സ്പൂഫായി മാറുന്നുണ്ട്. പ്രേക്ഷകരെ ഗംഭീരമായിട്ട് രസിപ്പിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ലാലേട്ടൻ്റെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പരസ്യ സംവിധായകനായ പ്രകാശ് ഓർമ്മ എന്ന നടൻ ഇതിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ എല്ലാവരെയും പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുന്നൊരു പ്രകടനമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അയാൾ ശരിക്കും അങ്ങനെ ഒരാളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പ്രകാശ് വർമ്മ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും കൈയടിക്കേണ്ട ഒരു പ്രകടനമാണത്. പിന്നെ ഇതിലെ എഴുത്തിൽ അതിഭീകരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തുടക്കത്തിലെ ഒരു ഫാമിലി ഡ്രാമയിൽ നിന്ന് കഥയുടെ മെയിൻ പ്ലോട്ടിലേക്ക് വരുന്നൊരു വഴിയുണ്ട്. അത് അതിൻ്റെ ഒരു നറേറ്റീവും അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് വഴികളും പിന്നീട് അവിടുന്ന് എത്തിച്ചേരുന്ന വഴിയൊക്കെയാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അത് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട അടുത്ത കാര്യം ജി.എക്സ് ബിജിയുടെ മ്യൂസിക്കാണ്. അത് പ്രത്യേകിച്ച് ഇന്റർവെൽ ബ്ലോക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴൊക്കെ ആ ബിജിഎമ്മിന് അതിഭീകരമായ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്. മോഹൻലാൽ എന്ന നടനെ ഉപയോഗിച്ച് മലയാളിക്ക് കാണിച്ചു കൊടുത്തു. ഇയാളാണ് മോഹൻലാൽ. ഇതാണ് മോഹൻലാൽ എന്ന് കാണിച്ചു കൊടുക്കാൻ തരുൺമൂർത്തിയും സുനിലും കഴിഞ്ഞിട്ടുണ്ട്. ലൂസിഫർ ഒരു ഡയലോഗുണ്ട്. ഒരു പ്രശസ്തമായ ഡയലോഗ്. അത് ഞാൻ വീണ്ടും പറയുന്നു. "എൻ്റെ പകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവരറിയും ഞാനായിരുന്നു അവരുടെ ഒരേയൊരു രാജാവെന്ന്. ഒരേയൊരു മോഹൻലാൽ. മലയാളത്തിൻ്റെ മോഹൻലാൽ."